രാവിലെ എണ്ണീറ്റപാടെ ഭയങ്കര കൺഫ്യൂഷൻ. എന്തുണ്ടാക്കും? അങ്ങനെ ആലോചിച്ച് വലിയൊരു തീരുമാനത്തിലെത്തി. ചപ്പാത്തിയും മുട്ടക്കറിയും. നമ്മുടെ സ്ഥിരമായിട്ടാണ് നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും പറയും, ചേച്ചി ഇത് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചപ്പാത്തിയും മുട്ടക്കറിയും. മുട്ടക്കറിയുടെ പരിപാടി ഏറ്റവും എളുപ്പം കഴിയുന്നൊരു കാര്യമാണ്. കാരണം ചുമ്മാ ഒരു മസാല ഉണ്ടാക്കുക, ആ മുട്ട ഇടുക, എന്നിട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് ആ മുട്ട അങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക. അത് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉരുട്ടണം, പരത്തണം, പിന്നെ എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കണം. ഇതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. രാഹുലേട്ടനായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി പിന്നെ വലിയ പ്രശ്നമില്ല. കാരണം നോൺ വെജായിട്ട് മുട്ട അതിനകത്തുണ്ടല്ലോ, അത് കാരണം പുള്ളി അത് കഴിക്കും. എന്തായാലും അങ്ങനെ രാവിലത്തെ നമ്മുടെ പ്രധാന പരിപാടിയായിട്ടുള്ള ചപ്പാത്തിയും മുട്ടക്കറിയും ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമുക്കിനിയിപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ നേരത്തെ അങ്ങനെ രാഹുലേട്ടൻ പോയി പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പാല് വാങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പിന്നെ എനിക്ക് ചായ വേണ്ട, ഹോർലിക്സ് മതിയെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ഒരു ഷോപ്പിൽ പോയപ്പോഴേ അവിടെ നിന്ന് ഓഫറിൽ ഒരു വലിയ പാക്കറ്റ് ഹോർലിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പലപ്പോഴായി ഉണ്ടാക്കി അത് ഏകദേശം തീരാറായി ഗൈസ്. അങ്ങനെ നമ്മൾ റസ്ക്കും ഹോർലിക്സാണ് അയച്ചത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകാൻ നേരത്തി നമ്മുടെ പിത്തൂനെ ആദ്യമായിട്ട് നമ്മൾ ബൈക്കിൽ ഇരുത്തി കറങ്ങാൻ കൊണ്ടുപോയി. അവനാകെ എക്സൈറ്റഡായി, അവൻ എന്തോ പോലെ ഇരിക്കുകയാണ്, പേടിയാണോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ വറുത്ത പീസും വാങ്ങിച്ചു. പിത്തൂൻ്റെ ഇരുത്ത കണ്ടില്ലേ, പാവം അവനാകെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.